ഇതൊരു അടിപൊളി ടേസ്റ്റുള്ള ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ്. ബീറ്റ്റൂട്ടും മുരിങ്ങയ്ക്കായും ചേർത്തുള്ള ഒരു കറിയാണ്. ഇതൊരു പ്രാവശ്യമെങ്കിലും വെച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ബീറ്റ്റൂട്ട് ഇഷ്ടമില്ലാത്തവർ പോലും ചോദിച്ച് വാങ്ങുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ്. വലിയൊരു ബീറ്റ്റൂട്ടും ഒരു മുരിങ്ങയ്ക്കായും ഉണ്ടെങ്കിൽ നല്ലൊരു കറി തയ്യാറാക്കി എടുക്കാനും പറ്റും. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഒരേ ഒരു തവി തോരപ്പരിപ്പാണ് എടുക്കുന്നത്. പരിപ്പ് ഒരുപാട് എടുക്കരുത്. ഈ പരിപ്പിൻ്റെയും മുരിങ്ങയ്ക്കായുടെയും ബീറ്റ്റൂട്ടിൻ്റെയും ഒക്കെ ടേസ്റ്റ് ഒരുപോലെ നിൽക്കണം. അതുകൊണ്ട് പരിപ്പ് ഒരുപാട് എടുക്കരുത്. കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി പരിപ്പിൻ്റെ കൂടെ ബീറ്റ്റൂട്ടാണ് ചേർക്കുന്നത്. നല്ല വലുപ്പമുള്ള ഒരേ ഒരു ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത് വന്നപ്പോൾ എനിക്കത് 1.5 കപ്പോളം കിട്ടിയിട്ടുണ്ട്. അതുകൂടി ചേർക്കാം. ഇനി ഇതിൻ്റെ കൂടെ ഒരേ ഒരു പച്ചമുളക് കൂടി ചേർക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയോടെ ചേർക്കുക. കറിയുടെ കളറ് ലാസ്റ്റിൽ ഒരു ചുമപ്പ് പോലുള്ള കളറായിരിക്കും. എന്നിരുന്നാലും മഞ്ഞൾപ്പൊടി ചേർത്തിരിക്കണം. ബീറ്റ്റൂട്ടിന് ആവശ്യമുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ചേറെ വെള്ളം ഉപയോഗിച്ച് നല്ലവണ്ണം ഇത് വേവിച്ചെടുക്കണം. അതായത് പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടണം. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, ബീറ്റ്റൂട്ട് എത്ര കിടന്ന് വെന്ത് കഴിഞ്ഞാലും ഉടഞ്ഞു പോകത്തില്ല. അതുകൊണ്ട് കുറച്ചേറെ തന്നെ വെള്ളം ഒഴിക്കുക. അഥവാ അധികം വെള്ളം അതിനകത്തുണ്ടെങ്കിൽ തന്നെ നമുക്ക് ചാറിന് ആവശ്യമായിട്ട് വരും. കുക്കറിൻ്റെ അനുസരിച്ചിരിക്കും 5-6 വിസിലടിച്ച് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കണേ. പരിപ്പെല്ലാം നല്ലവണ്ണം ഉടഞ്ഞ് വെന്തിട്ടുണ്ട്. ആ ബീറ്റ്റൂട്ട് നല്ല സോഫ്റ്റായിട്ട് വെന്തിരിക്കുകയാണ്. ഇനി ഇത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരേ ഒരു മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട്. നല്ലവണ്ണം ഒന്ന് ചീകി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പകുതി ഒന്ന് കീറി വെച്ചിട്ടുള്ളത്. ഉപ്പും പുളിയൊക്കെ ഒന്ന് കയറാൻ വേണ്ടി മാത്രമായിട്ട് കീറി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ചട്ടി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. വെളിച്ചെണ്ണ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പറ്റുമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. ഇനി കുറച്ച് വറ്റൽ മുളകും കറിവേപ്പിലയും ചേർക്കാം. ഇനി ഇതിൽ വളരെ ചെറിയ ഒരേ ഒരു സവാളയാണ് ചേർക്കുന്നത്. കനം കുറഞ്ഞ് അരിഞ്ഞ് ചേർക്കുക. സവാള ഇല്ലെങ്കിൽ ചെറുള്ളി ആയാലും കനം കുറഞ്ഞ് അരിഞ്ഞ് ചേർത്താൽ മതി. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. കനം കുറഞ്ഞ് അരിഞ്ഞിരിക്കുന്ന കാരണം പെട്ടെന്ന് വഴന്ന് കിട്ടിക്കോളും. നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുക തന്നെ വേണം. സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് തക്കാളിയാണ്. ഞാനിവിടെ ഒരേ ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ. നല്ല പഴുത്തത് വേണമെന്നൊന്നുമില്ല. കുറച്ച് പുളിയുള്ള തക്കാളി എടുക്കുന്നതായിരിക്കും നല്ലത്. വീണ്ടും ഇതിലോട്ട് ഒരേ ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയൂടെ ചേർക്കാം. തക്കാളി പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പൂടെ ചേർക്കാം. ഇനി തക്കാളി ഒന്ന് നല്ലവണ്ണം ഒന്ന് വഴന്ന് കിട്ടണം. നല്ലവണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടൊന്നും കുഴയേണ്ട ആവശ്യമില്ല. ആ തൊലിയൊക്കെ ഒന്ന് ചുരുണ്ട് വരുന്ന ഒരു സമയമുണ്ടല്ലോ, അത്രയും മാത്രം മതി. മീഡിയം സൈസ് തക്കാളിയാണെങ്കിൽ 2 എടുത്തോളൂ. ബീറ്റ്റൂട്ടിന് മധുരമൊക്കെ ഉള്ളത് കാരണം കുറച്ച് പുളിയുള്ള തക്കാളി ആയാലും കുഴപ്പമില്ല. അധികം പഴുക്കാത്തത് എടുത്താലും കുഴപ്പമില്ല. തക്കാളി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മുരിങ്ങയ്ക്ക ചേർക്കാം. ഇനി മുരിങ്ങയ്ക്ക വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിക്കുക. ഏകദേശം ഒന്ന് മുരിങ്ങയ്ക്ക മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ട് ഇനി മൂടി വേവിക്കാം. ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഒന്ന് തുറന്നിളക്കി കൊടുക്കേണ്ടതാണ്. മുരിങ്ങയ്ക്ക നല്ലവണ്ണം വെന്തിട്ടുണ്ട്. കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് ഉടയാതെ എടുക്കണം. ഇതുപോലെ ആ മുരിങ്ങയ്ക്ക നടു ഇങ്ങനെ കീറിയിട്ടത് കാരണം തക്കാളിയുടെ പുളിയൊക്കെ കയറിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് വേവിച്ച് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ടാണ്. അതോട് ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരരപ്പ് ചേർക്കാനായിട്ടുണ്ട്. അതിനി എങ്ങനെയാണ് തയ്യാറാക്കിയെടുത്തെന്ന് കാണാം. ഞാൻ ആ ബീറ്റ്റൂട്ട് എടുത്ത അതേ കപ്പിൻ്റെ ഒരു 3/4 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിനകത്ത് ഒരുപാട് തേങ്ങ അരയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലോട്ട് 2 കുഞ്ഞുള്ളി ചേർക്കാം. ഇനി ഒരു ചെറിയ വെളുത്തുള്ളി ആയത് കാരണം 4 ചേർത്തിട്ടുണ്ട്. വലിപ്പമുള്ളതാണെങ്കിൽ 2 ചേർക്കുക. ഒരേ ഒരു വറ്റൽ മുളക് കൂടി ചേർക്കുക.
ഇനി ഇതാ ഒരു അര സ്പൂണോളം പെരുംജീരകമാണ്, വലിയ ജീരകം, അത് ചേർക്കുക. ഇതിന് നല്ലവണ്ണം അരയാൻ ആവശ്യമുള്ള വെള്ളം ഒഴിക്കുക. നല്ല മഷി പോലെ അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് കൂടി ഇനി ആ കറിയിലോട്ട് ചേർക്കാം. തീയെ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം തേങ്ങയുടെ അരപ്പ് ചേർക്കാനായിട്ട്. ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കറി തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ചേർക്കേണ്ടി വരും. ഇതാ മിക്സഡ് ജാറിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, അതുകൂടി ചേർക്കാം. ഇനി ഇതിന് തീ കൂട്ടിയേ കൊടുക്കരുത്, തീ കുറച്ച് തന്നെ വേണം നല്ലവണ്ണം ഇളക്കി എടുക്കാനായിട്ട്. നമ്മുടെ പാകത്തിനുള്ള ചാറായിട്ടുണ്ട്. ഇനി ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ഈ സമയത്തൊന്ന് ഉപ്പ് ചേർക്കുക. ഇനി നല്ലവണ്ണം ഈ കറി ഒന്ന് ചൂടാക്കി എടുക്കണം. വെട്ടി തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ചട്ടിക്ക് നല്ല ചൂടുള്ളത് കാരണം ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. നല്ലവണ്ണം ആവി വരണം. അതായത് നല്ലവണ്ണം ചൂടായിട്ട് ആവി പോകുന്ന കണ്ടില്ലേ, അതുപോലെ നന്നായിട്ട് ആവി പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷവും കുറച്ച് സെക്കൻഡ് നേരത്തേന് ഇതുപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം, ആ ചൂടൊന്ന് കുറയ്ക്കാൻ വേണ്ടി. ഇല്ലെങ്കിൽ തേങ്ങ പിരിയുന്ന പോലെ ഇരിക്കും, അതുകൊണ്ടാണ്. ഈ കറി തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ പാകത്തിനുള്ള രീതിയിൽ കട്ടിയാവുകയും ചെയ്യും. കറിയുടെ കളറ് കുറച്ചുകൂടി ആ ചട്ടിയുടെ കളർ പോലെ, ആ ചെങ്കൽ കളർ പോലെ ആവുകയും ചെയ്യും. ഞാനിപ്പോൾ ആദ്യമേ തന്നെ കടുക് താളിച്ചത് കാരണം ഇനിയിപ്പോൾ കടുക് താളിക്കേണ്ട ഒന്നും ആവശ്യമില്ല. അഥവാ നിങ്ങൾക്ക് ലാസ്റ്റിൽ കടുക് താളിക്കുന്ന ഇഷ്ടമെന്നുണ്ടെങ്കിൽ ആദ്യമേ എണ്ണ ഒഴിച്ചിട്ട് സവാള വഴറ്റിയെടുക്കുക. ലാസ്റ്റിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കടുക് താളിച്ചൊഴിച്ചാലും മതി. ആ മുരിങ്ങയ്ക്ക് ഓവറായിട്ട് വെന്തിട്ട് ഇങ്ങനെ നാര് പോലെ ഇളകി വരരുത്. അതുകൊണ്ട് പാകത്തിന് വേകുമ്പോൾ വേണം ബീട്രൂട്ട് ചേർക്കാനായിട്ട്. ഇതായിപ്പോൾ ഒരേ ഒരു ബീട്രൂട്ടും ഒരു മുരിങ്ങയ്ക്കയും കൊണ്ട് ഒരു 5-6 പേർക്ക് കഴിക്കാനുള്ള കറി റെഡിയായിട്ടുണ്ട്. ബീട്രൂട്ട് ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഒന്ന് കറി വെച്ച് കൊടുത്താൽ മതി. തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ അടിപൊളിയായിരിക്കും. വളരെ കൃത്യമായിട്ട് ഓരോ അളവുകളും ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലേ ആ ലൈക്ക് ബട്ടണൊന്ന് തൊട്ടിട്ട് പോകാൻ മറക്കരുത്. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. ആ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് ടിക്കാക്കി ഇടാനും മറക്കരുത്. അപ്പോഴാണ് പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷന് നിങ്ങൾക്ക് വേഗത്തിൽ എത്തുക. ഇതുവരെ തന്ന സപ്പോർട്ട് ചെയ്യാനുള്ള ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.